പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 6ൻ്റെ ചാപ്റ്റർ 3ലെ പ്രിറ്റി പാലിൻഡ്രോമിക് പാറ്റേൺസ് എന്നുള്ള പോർഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ എന്താണ് ഈ പോർഷനിൽ പഠിക്കാനുള്ളതെന്ന് നോക്കാം. വാട്ട് പാറ്റേൺ ഡു യു സീ ഇൻ ദീസ് നമ്പേഴ്സ്? 66, 848, 575, 797, 1111. ഈ നമ്പേഴ്സിലൊക്കെ എന്ത് പാറ്റേൺ ആണ് നിങ്ങൾ കാണുന്നത്? ഇവിടെ എങ്ങനെ വായിച്ചാലും നമുക്ക് എന്ത് തന്നെ കിട്ടും? ഇങ്ങോട്ട് വായിച്ചാലും 66 ആണ്, തിരിച്ചിങ്ങോട്ട് വായിച്ചാലും 66 ആണ് നമുക്ക് കിട്ടുക അല്ലേ? അതേപോലെ 848 റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് വായിച്ചാലും 848 ആണ്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വായിച്ചാലും 848 ആണ്. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വായിച്ചാലും 848 ആണ്. ഇവിടെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വായിച്ചാലും 575 ആണ്. തിരിച്ച് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വായിച്ചാലും 575 ആണ്. അതുപോലെ രണ്ട് സൈഡിലേക്കും വായിച്ചാലും ഈ നമ്പേഴ്സ് എല്ലാം സെയിം തന്നെയാണ് അല്ലേ? ദീസ് നമ്പേഴ്സ് റീഡ് ആസ് സെയിം ആസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആൻഡ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്. സച്ച് നമ്പേഴ്സ് ആർ കോൾഡ് പാലിൻഡ്രോംസ് ഓർ പാലിൻഡ്രോമിക് നമ്പേഴ്സ്. ഇങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ പാലിൻഡ്രോംസ് അല്ലെങ്കിൽ പാലിൻഡ്രോമിക് നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. All palindromes using 1, 2, 3. The numbers 121, 313, 222 are some examples of palindromes using the digit 1, 2, 3. Write all possible 3-digit palindromes using this digit. അപ്പോൾ നമ്മളോട് ഇവിടെ 1ഉം 2ഉം 3ഉം യൂസ് ചെയ്തിട്ടുള്ള പാലിൻഡ്രോംസ് എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ 3 എക്സാമ്പിൾ തന്നിട്ടുണ്ട്. 121, 313, 222. അതായത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വായിച്ചാലും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വായിച്ചാലും സെയിം തന്നെ ആയിരിക്കണം നമ്പർ. അങ്ങനെയുള്ള നമ്പേഴ്സ് വേണം നമ്മൾ ഈ 3 ഡിജിറ്റുകൾ വെച്ച് എഴുതാനായിട്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെ എഴുതാം? 1ഉം 2ഉം 3ഉം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ അല്ലേ? അപ്പോൾ നമുക്ക് 111 എഴുതാം, 222 എഴുതാം, 333 എഴുതാം. ഇത്രയും നമ്പേഴ്സ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വായിച്ചാലും സെയിം തന്നെ ആയിരിക്കും. ഇനി അടുത്ത് എന്തൊക്കെ എഴുതാം? 121 എഴുതാം, 131 എഴുതാം അല്ലേ? ഇനി തിരിച്ചെന്തെഴുതാം? 212 എഴുതാം, 313 എഴുതാം. ഇനി എഴുതാം 232 എഴുതാം, 323 എഴുതാം അല്ലേ? എത്രണ്ണമായി? 1, 2, 3, 4, 5, 6, 7, 8, 9. അപ്പം 9 നമ്പേഴ്സ് നമുക്ക് 1ഉം 2ഉം 3ഉം യൂസ് ചെയ്തിട്ട് നമുക്ക് പാലിൻഡ്രോം നമ്പേഴ്സ് എഴുതാം. ഓക്കെ, പാലിൻഡ്രോമിക് നമ്പേഴ്സ് നമുക്ക് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളിങ്ങനെ ഒരു പാറ്റേണിൽ എഴുതി പോയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാനായിട്ട് സാധിക്കും കേട്ടോ. ഇത് നോക്കിയേ, റിവേഴ്സ് ആൻഡ് ആഡ് palindromes. Now look at this addition. Try to figure out what is happening. Steps to follow. Okay, start with a 2-digit number. Add this number to its reverse. Stop if you get a palindrome or else repeat the step of reversing the digit and adding. അപ്പോൾ ഇവിടെ നമ്മളോട് ഏതെങ്കിലും ഒരു 2-digit നമ്പർ എടുക്കുക. ഫോർ എക്സാമ്പിൾ ഇവിടെ 34 എടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യാനാണ് പറഞ്ഞേ? ആഡ് ദിസ് നമ്പർ ടു ഇറ്റ്സ് റിവേഴ്സ്. അതായത് ഈ നമ്പറിൻ്റെ റിവേഴ്സിനോടുകൂടി ഇതിന് ആഡ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ 34ൻ്റെ റിവേഴ്സ് എടുത്താൽ എന്ത് വരും? 34നെ തിരിച്ചെഴുതിയാൽ 43 എന്ന് കിട്ടും. ആദ്യം നമ്മളെടുത്ത നമ്പറും റിവേഴ്സ് എടുത്ത നമ്പറും കൂടെ നമ്മൾ ആഡ് ചെയ്തപ്പോൾ നമുക്ക് 77 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? പാലിൻഡ്രോംസ് കിട്ടി അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇനി അടുത്ത നമ്പർ എടുക്കുന്നു, 29. 29ൻ്റെ റിവേഴ്സാണ് 92. രണ്ടും കൂടെ ആഡ് ചെയ്തപ്പോൾ 121 കിട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അടുത്ത നമ്പർ 48. 48ൻ്റെ റിവേഴ്സാണ് 84. രണ്ടും കൂടെ ആഡ് ചെയ്തപ്പോൾ 132 കിട്ടി. പക്ഷേ 132 എന്തല്ല? പാലിൻഡ്രോമിക് നമ്പേഴ്സ് അല്ല. അതുകൊണ്ട് വീണ്ടും ഈ നമ്പറിൻ്റെ റിവേഴ്സ് എടുത്തു. റിവേഴ്സ് ഈസ് 231. ഇനി അത് രണ്ടും കൂടെ ആഡ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? 363 എന്ന് കിട്ടി. ഇതിനെ നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വായിച്ചാലും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വായിച്ചാലും സെയിം നമ്പറാണ് കിട്ടുക. 363 ഈസ് എ പാലിൻഡ്രോമിക് നമ്പർ. അടുത്തത് 76. 76ൻ്റെ റിവേഴ്സാണ് 67. അപ്പോൾ 143 കിട്ടി. പക്ഷേ 143 എന്തല്ല? പാലിൻഡ്രോമിക് നമ്പർ അല്ല. അതുകൊണ്ട് വീണ്ടും ഇതിൻ്റെ റിവേഴ്സ് എടുക്കുന്നു. 341.
1. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 484 എന്ന് കിട്ടും. അപ്പോൾ ഈ 484 എന്താണ്? പാലിൻഡ്രോമിക് നമ്പറാണ്. അതുകൊണ്ട് ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ട്രൈ ദ സെയിം പ്രൊസീജിയർ ഫോർ സം അതർ നമ്പേഴ്സ്. ഇതേപോലെ മറ്റ് നമ്പേഴ്സിനും ട്രൈ ചെയ്ത് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് പെർഫോം ദ സെയിം സ്റ്റെപ്പ്. സ്റ്റോപ്പ് ഇഫ് യു ഗെറ്റ് എ പാലിൻഡ്രോം. ദർ ആർ numbers for which you have to repeat this a large number of time. അപ്പോൾ നോക്കിയാൽ ഇതേപോലെ നിങ്ങൾ സ്വയമായിട്ട് ചെയ്ത് നോക്കുക കേട്ടോ. ഇനി നമുക്ക് will reversing and adding numbers repeatedly starting with a 2-digit number always give a palindrome. Explore and find out. അതായത് നമ്പേഴ്സിനെ അതിൻ്റെ റിവേഴ്സ് കൊണ്ട് റിപ്പീറ്റഡ്ലി ആഡ് ചെയ്യുമ്പോൾ, അതായത് 2-digit നമ്പറിൽ ആയിരിക്കണം നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്, നമുക്ക് എപ്പോഴും പാലിൻഡ്രോംസ് കിട്ടുമോ എന്നാണ് ക്വസ്റ്റ്യൻ. എക്സ്പ്ലോർ ചെയ്തിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾക്ക് 2-digit സ്റ്റാർട്ട് ചെയ്ത് നമ്പേഴ്സിനെ അതിൻ്റെ റിവേഴ്സിനോട് കൂടെ ആഡ് ചെയ്യുമ്പോൾ പാലിൻഡ്രോം കിട്ടുമോ എന്നുള്ളത് നിങ്ങൾ പല നമ്പേഴ്സ് എടുത്തിട്ട് ചെയ്ത് നോക്കുക കേട്ടോ. അടുത്തത് ഒരു പസിൽ ടൈമാണ്. ഐ ആം എ 5-digit പാലിൻഡ്രോം. ഐ ആം ആൻ ഓഡ് നമ്പർ. അപ്പം ഞാനൊരു 5-digit പാലിൻഡ്രോം ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പാലിൻഡ്രോം എന്ന് വെച്ചാൽ എന്താ? നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് റീഡ് ചെയ്താലും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് റീഡ് ചെയ്താലും നമ്പർ സെയിം ആയിരിക്കണം. ഞാനൊരു ഓഡ് നമ്പറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മൈ ടി ഡിജിറ്റ്, അതായത് 10th digit ഈസ് ഡബിൾ ഓഫ് മൈ യു ഡിജിറ്റ്, അതായത് യൂണിറ്റ് ഡിജിറ്റിൻ്റെ ഡബിളാണ് 10th digit എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ യൂണിറ്റ് ഡിജിറ്റിൻ്റെ ഡബിളായിരിക്കും 10th digit. അപ്പോൾ ഞാനിവിടെ യൂണിറ്റ് ഡിജിറ്റ് 1 ആയിട്ട് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ 10th digit എന്തായിരിക്കും? 1ൻ്റെ ഡബിളാണ്, ദാറ്റ് ഈസ് 2. മൈ 100th digit ഈസ് ഡബിൾ ഓഫ് മൈ ടി ഡിജിറ്റ്, അതായത് 10th digitൻ്റെ ഡബിളാണ് 100th digit. അപ്പോൾ ഇവിടെ 10th digit 2 ആണ്. അങ്ങനെയാണെങ്കിൽ 100th digit എന്തായിരിക്കും? 2ൻ്റെ ഡബിൾ 4 ആയിരിക്കും. ഹൂ ആം ഐ, ഞാൻ ആരാണ് എന്ന് പറയണം. അപ്പോൾ പാലിൻഡ്രോം ആണ് എന്ന് ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തിരിച്ചു വായിച്ചാലും നമുക്ക് എന്ത് കിട്ടണം? സെയിം നമ്പർ കിട്ടണം. അപ്പോൾ ഇവിടെ എന്ത് വരും? 10,000ൻ്റെ പ്ലേസ് 1 വരും, 1000ൻ്റെ പ്ലേസിൽ 2 വരും. അപ്പോൾ നമ്മുടെ നമ്പർ എന്താണ്? 12,421 ആണ് 5-digit പാലിൻഡ്രോം നമ്പർ. കണ്ടോ, ഇങ്ങോട്ട് വായിച്ചാലും തിരിച്ചിങ്ങോട്ട് വായിച്ചാലും എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. ഇനി ദ മാജിക് നമ്പർ ഓഫ് കപ്രേക്കർ. D.R. Kaprekar was a mathematics teacher in a government school in Devlali, Maharashtra. He liked playing with numbers very much and found many beautiful patterns in numbers that were previously unknown. അതായത് കപ്രേക്കർ മഹാരാഷ്ട്രയിലെ ദേവ്ലലി ഗവൺമെൻറ് സ്കൂളിലെ ഒരു മാത്തമാറ്റിക് ടീച്ചറായിരുന്നു. അദ്ദേഹത്തിന് നമ്പേഴ്സുമായിട്ട് കളിക്കുന്നത് വളരെ ഇഷ്ടമുള്ള ആളായിരുന്നു. അദ്ദേഹം മുമ്പ് അറിയപ്പെടാത്ത കുറേ പാറ്റേൺസ്, ബ്യൂട്ടിഫുൾ പാറ്റേൺസ് എന്ത് ചെയ്തു? കണ്ടുപിടിച്ചു. ഇൻ 1949 he discovered a fascinating and magical phenomenon when playing with the 4-digit numbers. Follow these steps and experience the magic of yourselves. Pick any 4-digit number having at least 2 different digits, say 6, 3, 8, 2. അപ്പോൾ ഇവിടെ 2 ഡിഫറെൻറ്റ് ഡിജിറ്റ്സ് ഉള്ള, അറ്റ്ലീസ്റ്റ് 2 ഡിഫറെൻറ്റ് ഡിജിറ്റ്സ് എങ്കിലുമുള്ള ഒരു 4-digit നമ്പർ പിക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 6382 എന്നൊരു നമ്പർ ഇവിടെ പിക്ക് ചെയ്തിട്ടുണ്ട്. മേക്ക് ദ ലാർജസ്റ്റ് നമ്പർ ഫ്രം ദീസ് ഡിജിറ്റ്സ് കോൾഡ് ഇറ്റ് എ. അപ്പോൾ അതായത് ഇതിൽ നിന്ന് ലാർജസ്റ്റ് നമ്പർ നമ്മളോട് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ അപ്പോൾ ലാർജസ്റ്റ് നമ്പർ എന്ത് വരും? 8, 6, 3, 2 നമുക്ക് ലാർജസ്റ്റ് നമ്പറായിട്ട് എടുക്കാം. ഇതിനെ എ എന്ന് കോൾ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. മേക്ക് ദ സ്മോളസ്റ്റ് നമ്പർ ഫ്രം ദീസ് ഡിജിറ്റ് കോൾ ഇറ്റ് ബി. ഇനി ഇതിൽ നിന്ന് സ്മോളസ്റ്റ് നമ്പർ ഉണ്ടാക്കണം. അതെന്ത് വരും? 2, 3, 6, 8. സബ്ട്രാക്ട് ബി ഫ്രം എ കോൾ ഇറ്റ് സി. അപ്പോൾ ഇതാണ് ബി. ഇനി ഇതിൽ നിന്ന് എന്ത് ചെയ്യണം? ബി സബ്ട്രാക്ട് ചെയ്യണം. എയിൽ നിന്ന് ബി സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ എന്ത് വരും? ഇവിടെ 2 ആകും, ഇവിടെ 12 ആകും. 12 - 8 ഈസ് 4, ഇവിടെ 5, ഇവിടെ 12. 12 - 6 ഈസ് 6, 5 - 3 ഈസ് 2, 8 - 2 ഈസ് 6. ഇതിനെ എന്ത് കോൾ ചെയ്യാനാണ് പറഞ്ഞത്? സി എന്ന് കോൾ ചെയ്യാനാണ് പറഞ്ഞത്.
വാട്ട് ഹാപ്പൻ ഇഫ് വി കണ്ടിന്യൂ ഡൂയിങ് ദിസ്. അപ്പോൾ നമ്മളിത് കണ്ടിന്യൂ ചെയ്താൽ എന്ത് സംഭവിക്കും എന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ദാ ചെയ്തിട്ടുണ്ട് കണ്ടോ, ഞാൻ ചെയ്തത് തന്നെ ഇവിടെ ചെയ്തിട്ടുണ്ട്. എ എടുത്തു, ബി എടുത്തു, സി നമുക്ക് 8264 എന്ന് കിട്ടി. ദ സെയിം കിട്ടി കണ്ടോ. ഇതിനെ കണ്ടിന്യൂ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പം നമ്മുടെ നമ്പർ ഏതായി? 8264 ആയി. ഇനി 8264 നിന്ന് നമ്മൾ ലാർജസ്റ്റ് നമ്പർ ഉണ്ടാക്കുന്നു, അതിനെ എ എന്ന് വിളിക്കുന്നു. എന്ത് വരും? 6642 വരും. ലാർജസ്റ്റ് നമ്പർ, അതിനെ എ എന്ന് വിളിച്ചു. ഇനി ഇതിൽ നിന്ന് സ്മോളസ്റ്റ്, ദാറ്റ് ഈസ് 2466, അതിനെ ബി എന്ന് വിളിച്ചു. എയിൽ നിന്ന് ബി സബ്ട്രാക്റ്റ് ചെയ്തപ്പോൾ 4176 എന്ന് കിട്ടി. ഇതിനെ സി എന്നും വിളിച്ചു. ഇനി വീണ്ടും ഇതിൽ നിന്ന് ഗ്രേറ്റസ്റ്റ് നമ്പർ ഉണ്ടാക്കുന്നു, 7641, അതിനെ എ എന്ന് വിളിച്ചു. ഇതിൽ നിന്ന് സ്മോളസ്റ്റ് നമ്പർ ഉണ്ടാക്കുന്നു, 1467, അതിനെ ബി എന്ന് വിളിച്ചു. എയിൽ നിന്ന് ബി സബ്ട്രാക്റ്റ് ചെയ്തപ്പോൾ 6174 എന്ന് കിട്ടി. Okay, you will always reach the magic number 6174. The number 6174 is now called the Kaprekar constant. അപ്പോൾ ഏതൊരു 4 ഡിജിറ്റ് നമ്പർ എടുത്ത് ചെയ്താലും എന്ത് തന്നെ നമുക്ക് കിട്ടും? 6174 തന്നെ നമുക്ക് അവസാനം കിട്ടും. ഈ നമ്പറിനെ നമ്മൾ കപ്രേക്കർ കോൺസ്റ്റൻ്റ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളോട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു 4 ഡിജിറ്റ് നമ്പർ എടുത്തിട്ട് ഈ സ്റ്റെപ്സ് ഫോളോ ചെയ്ത് ചെയ്യാനായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു 4 ഡിജിറ്റ് നമ്പർ എടുത്തിട്ട് അതിൽ നിന്ന് ഗ്രേറ്റർ നമ്പറും സ്മോളർ നമ്പറും കണ്ടുപിടിച്ച് സബ്ട്രാക്റ്റ് ചെയ്ത് ഇതേപോലെ പോവുക. അപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റിൽ 6174 എന്നൊരു നമ്പറാണോ കിട്ടുന്നതെന്ന് നോക്കുക. ആ നമ്പറിനെ നമ്മൾ കപ്രേക്കർ കോൺസ്റ്റൻ്റ് എന്ന് വിളിക്കും.